കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയ തിരുനാൾ ഫെബ്രുവരി 6, 7, 8, 9 തീയതികളിൽ നടക്കും. ദേവാലയം ഫൊറോനയായതിന്റെ സുവർണ ജൂബിലി ഉദ്ഘാടനവും വിശുദ്ധ കുർബാനയ്ക്കും കാഞ്ഞിരപ്പള്ളി രൂപത മുൻ മെത്രാൻ മാർ മാത്യു അറക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹൈറേഞ്ചിലെ ആദ്യകാല ദേവാലയമായ കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനൂസിന്റെയും തിരുനാളിനാണ് ഫെബ്രുവരി 6 കൊടിയേറുന്നത്. 6, 7, 8, 9 തീയതികളിലായാണ് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുക. വ്യാഴാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന നടക്കും. ഉച്ചകഴിഞ്ഞ് 2:30 വിവിധ വാർഡുകളിൽ നിന്നുള്ള കഴുന്ന പ്രദക്ഷിണം ആരംഭിച്ച 4 മണിക്ക് ദേവാലയത്തിൽ എത്തിച്ചേരും. തുടർന്ന് തിരുനാൾ കൊടിയേറ്റും ലതിന്യം നടക്കും. ഫൊറോന വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ തിരുനാൾ കൊടി ഉയർത്തും. 4:30 കട്ടപ്പന ഇടവക ഫൊറോന ആയതിന്റെ സുവർണ ജൂബിലി ഉദ്ഘാടനവും വിശുദ്ധ കുർബാനയ്ക്കും കാഞ്ഞിരപ്പള്ളി രൂപത മുൻ മെത്രാൻ മാർ മാത്യു അറക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫൊറോനയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള വൈദികർ സഹകാർമ്മികരായിരിക്കും. കട്ടപ്പനയിലെ പെരുന്നാൾ എന്ന് പറയുന്ന ഒരു ഇടവകയുടെ പെരുന്നാൾ എന്നുള്ള നിലയിലല്ല, ഈ ഹൈറേഞ്ച് മേഖലയിലുള്ള എല്ലാ ആളുകളുടെയും ഒരു സാന്നിധ്യം ഉണ്ടാവുന്ന ഒരു ആഘോഷവേളയാണ് കട്ടപ്പനത്തെ പെരുന്നാൾ എന്ന് പറയുന്നത്. വിവിധ ദിവസങ്ങളിൽ നടക്കുന്ന ഈ ചടങ്ങുകളിലും ശുശ്രൂഷകളിലും ആഘോഷങ്ങളിലുമെല്ലാം ആളുകൾ വന്ന് പങ്കുചേരുന്നതിനുള്ള ഒരു അവസരമായും എല്ലാ ആളുകൾക്കും ഒന്നുചേരുന്നതിനുള്ള ഒരു സമയമായും ഈ പെരുന്നാൾ ദിവസങ്ങൾ മാറാറുണ്ട്. ആ ഒരു നിലയിൽ തന്നെയാണ് ഈ പ്രാവശ്യത്തെയും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. 7-ാം തീയതി വെള്ളിയാഴ്ച സകല മരിച്ചവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന നടക്കും. രാവിലെ ഫാദർ നോബി വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും. ഉച്ചകഴിഞ്ഞ് 4:30 ആഘോഷമായ കുർബാനയ്ക്ക് ഫൊറോന വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 6:30 സെമിത്തേരി സന്ദർശനവും പ്രാർത്ഥനകളും നടക്കും. ശനിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോസഫ് ഇടിയാങ്കുന്നേൽ, ഫാദർ മനീഷ് കുന്നക്കാട്ട് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 3:30 ജപമാല, 4:30 ആഘോഷമായ തിരുനാൾ കുർബാന എന്നിവ നടക്കും. തുടർന്ന് 6:30 കട്ടപ്പന ടൗണിലേക്കുള്ള പ്രദക്ഷിണവും നടക്കും. ഫെബ്രുവരി 6 തീയതി വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടുകൂടെ കഴുന്ന പ്രദക്ഷിണങ്ങൾ, വിവിധ വാർഡുകളിൽ നിന്നുള്ള കഴുന്ന പ്രദക്ഷിണങ്ങൾ പള്ളിയിലെത്തും. അതിനുശേഷം ആയിരിക്കും 4:15 തിരുനാളിന്റെ കൊടിയുയർത്തി ലതീഞ്ഞും ചൊല്ലി പിന്നെ ആഘോഷമായിട്ടുള്ള സമൂഹ ബലിയാണ്. മുഖ്യ കാർമ്മികൻ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അഭിമന്യമാർ മാത്യു അറക്കൽ പിതാവായിരിക്കും. അതിനോടനുബന്ധിച്ചാണ് അതിന്റെ ജൂബിലി വർഷത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നത്. പിന്നെ 7-ാം തീയതി പതിവ് പോലെ എല്ലാ വർഷവും ഞങ്ങൾ തിരുനാളിനോടനുബന്ധിച്ച് ഇടവകയിൽ നിന്ന് മരിച്ചുപോയ ആൾക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. കാരണം സഭ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും ഇനി ജനിക്കാനിരിക്കുന്നവരുടെയും കൂടെ കൂട്ടായ്മയാണ്. അത് അനുസ്മരിച്ചുകൊണ്ടാണ് മരിച്ചുപോയവർ കൂട്ടായ്മയിൽ നിന്നും മാറുന്നില്ല, അവരും ഈ കൂട്ടായ്മയുടെ തന്നെ ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സന്തോഷത്തിന്റെ ഈ ദിവസങ്ങളിൽ മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ് 7-ാം തീയതി വെള്ളിയാഴ്ച. അന്ന് വൈകിട്ടത്തെ കുർബാനയ്ക്കും ശുശ്രൂഷകൾക്കും ശേഷം സെമിത്തേരി സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളും ഒക്കെ നടത്തും. അതിലും ഇടവകങ്ങൾ മുഴുവൻ പേരും പങ്കെടുക്കുന്നതാണ്. അതിനുശേഷം ശനിയാഴ്ചയാണ് നമ്മുടെ ആഘോഷമായിട്ടുള്ള തിരുനാൾ പ്രദക്ഷിണം, ടൗൺ ചുറ്റിയുള്ള പ്രദക്ഷിണം. വളരെ ആഘോഷമായിട്ട് മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഈ വർഷവും ഭക്തി നിർഭരമായിട്ട് ആ പ്രദക്ഷിണം നടത്തും. അതൊരു ജാഥയല്ല, അതൊരു വിശ്വാസ തീർത്ഥാടനമാണ്. ആ വിധത്തിലാണ് ഓരോ തിരുനാൾ പ്രദക്ഷിണത്തെയും കാണുക. തിരുനാളിന്റെ സമാപന ദിവസമായ 9-ാം തീയതി ഞായറാഴ്ച രാവിലെ 6:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് കട്ടപ്പന ഒസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കിളികുത്തിപ്പാറ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫൊറോന വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ, തിരുനാൾ കൺവീനർമാരായ ജോയി വെട്ടിക്കുഴി, ബേബി ഓലിക്കരോട്ട്, ഫ്രാൻസിസ് തോട്ടത്തിൽ, ട്രസ്റ്റിമാരായ പയസ് കുന്നേൽ, ജോണി കലയത്തിനാൽ, ദേവസ്യ പടിയാനിക്കൽ, മാത്യുക്കുട്ടി കറുത്തെടുത്ത് എന്നിവർ പങ്കെടുത്തു.